ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ നമ്മുടെ CSM വഴിക്ക് PCOD അതേപോലെ PCOSനുള്ള ഒരു നാച്ചുറൽ ഡ്രിങ്ക്, ഒരു മെഡിക്കേഷൻ അല്ല, എന്നാൽ അതുകൊണ്ട് നല്ലൊരു ആശ്വാസമാണ്. വളരെ നല്ല റിസൾട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ ക്ലാസ് മലയാളത്തിലാണ്. എൻ്റെ പേര് മനോജ് കുമാർ രവീന്ദ്രൻ. അപ്പം ഞാനാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. I am working as a research scientist over here. So I'll be presenting few things about PCOD and PCOS and how is it used and what are the reliefs. എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടുകൾ, കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ MKR CSMലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ഇംഗ്ലീഷ്, ഹിന്ദി എന്നീ ഭാഷകളിൽ പോലും ലഭ്യമാണ്. അപ്പം ഈ പ്രസന്റേഷൻ മലയാളത്തിലാണ്. ഞാൻ അടുത്തതിലേക്ക് പോണു. ഇവിടെ ഒരു വണ്ടർ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ വെച്ചാൽ അതിനെ ഓവോലക്സ് എന്ന് പറയുന്ന ഒരു പേരിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സ്ത്രീകൾക്കാണ് കോമൺ ആയിട്ട് PCOD PCOS ഉണ്ടാവുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ എടുത്ത് പറയാൻ കാരണം ചില ആൾക്കാർക്ക് അറിവില്ലായ്മയാണ്. അപ്പൊ അറിവില്ലായ്മ കാരണം തെറ്റുകൾ പറ്റാറുണ്ട്. പക്ഷെ തെറ്റ് പറ്റിയാൽ പോലും വിഷയമില്ല. എന്താ കാര്യം വെച്ചാൽ പലപ്പോഴും പല പുരുഷന്മാർ ചോദിക്കുന്നുണ്ട്, ഈ ജ്യൂസ് ഞങ്ങൾ കഴിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? എന്തായാലും ഞങ്ങൾ മേടിച്ചു, ഒരുപക്ഷെ അത് ഉപയോഗിക്കാൻ ആളില്ലാത്ത കാരണം കൊണ്ട് ഇനി ഞാൻ അത് കളയുന്നതിന് പകരം കുടിച്ച് തീർക്കട്ടെ എന്ന് ചോദിച്ചാൽ ഒരു വിഷയമില്ല. ഇതൊരു എനർജി ഡ്രിങ്ക് ആയിട്ടും ബാക്കിയുള്ളവർക്ക് കാണാം. പക്ഷേ PCOD PCOSന് നമുക്ക് മാജിക് ഷോ റിസൾട്ടുകളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് PCODയും PCOS തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കണം. PCOD ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത ദ്രോഹമല്ലാത്തൊരു ഇതാണ്. PCOS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടിയ ടൈപ്പാണ്. അപ്പൊ ഇതാണ് അതിന്റെ മെയിൻ ഡിഫറൻസ്. PCOSയിലേക്ക് കടന്നു കഴിഞ്ഞാൽ വല്ലാണ്ട് കൂടുതൽ കോംപ്ലിക്കേഷൻസും മെഡിക്കേഷൻസിലേക്കും ഒക്കെ നമുക്ക് കിടക്കേണ്ടി വരും. PCOD ആണെങ്കിൽ നമുക്ക് ഒരു സഹായം തേടണോണ്ട് കുഴപ്പമില്ല. പക്ഷെ ആവണം നാച്ചുറലി നമുക്ക് എന്തെങ്കിലും ഒരു തടസ്സം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് അതല്ല കൂടുതൽ നല്ലത്. അപ്പൊ നോക്കാം, PCODയിൽ നോർമലി എന്താണ്, ഒരു ഹോർമോണൽ ഡിസോർഡർ മാത്രമാണ്. PCOS എന്ന് പറഞ്ഞാൽ ഹോർമോൺ ഡിസോർഡർ അല്ല, ഹോർമോൺ ഉണ്ടാക്കുന്ന ആ ഗ്രന്ഥിക്ക് തന്നെ ചെറിയൊരു തകരാറ് വരുന്നതാണ്. ഇതേപോലെ ഇമ്മച്വർ എഗ് ആണ് കോമൺ ആയിട്ട് PCODയിൽ ഉണ്ടാവുക. പക്ഷെ PCOSൽ ഓവുലേഷൻ, എഗ് പ്രൊഡക്ഷൻ തന്നെ ഏകദേശം സ്റ്റോപ്പിലേക്ക് വരേണ്ട ഒരു അവസ്ഥയാണ്. സിവിയറിറ്റി ഉറപ്പായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം അത് എന്താ വെച്ചാൽ കോമൺ ആണ്. അതർവൈസ് സീരിയസ് ഇഷ്യൂസ് ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. ഫെർട്ടിലിറ്റി നോർമലി അത് എഫക്റ്റ് ചെയ്യാറുണ്ട്, രണ്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ PCOSൽ അത് വല്ലാത്ത കൂടുതൽ അത് എഫക്റ്റ് ചെയ്യാറുണ്ട്. ലോങ് ടേം റിസ്ക് ലോ ആണ്. പല സ്ത്രീകൾക്ക് എങ്ങനെയാ വെച്ചാൽ കുറച്ച് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ചില ജീവിതശൈലി അങ്ങനെയുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കുറയാനുള്ള സാധ്യതകളുണ്ട്. പ്രായം കാരണമനുസരിച്ച് അത് കുറയാൻ സാധ്യതകളുണ്ട്. പക്ഷെ PCOSൽ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മുന്നോട്ട് നയിക്കാറുണ്ട്. അതിൽ ഒരു വിഭാഗമാണ് ഡയബറ്റീസ്, ഹാർട്ട് പ്രോബ്ലംസ്, അങ്ങനെയുള്ള പല വിഷയങ്ങൾ. അപ്പൊ നമ്മൾ അതൊക്കെ ട്രീറ്റ് ചെയ്യണം. എന്താ കാര്യം വെച്ചാൽ ഓരോ വിഷയങ്ങൾ, ഏതൊരു ഡിസീസ് ആണെങ്കിലും ശരീരത്തിലത്തെ പല ഓർഗൻസിനെ അവൻ ബാധിക്കാറുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അവൻ ബാധിക്കാറുണ്ട്. അപ്പൊ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധയിൽ വെക്കണം. പിന്നെ ഇറഗുലർ എങ്ങനെയാണ് സിംറ്റംസ്? നോർമലി എന്താണ്? ഇറഗുലർ പീരിയഡ്സ്, മുഖക്കുരു, അങ്ങനെയുള്ള കാര്യങ്ങള്. ചിലർക്ക് വെയിറ്റ് വല്ലാണ്ട് കൂടി വരാ. എല്ലാ സിംറ്റംസ് എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല. രണ്ടിലും ഏകദേശം ഒരു ഐഡിയാസ് സെയിം ആണ്. അപ്പൊ ആ സിംറ്റംസിന്റെ കേസ് പറഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ കാര്യം വെച്ചാൽ ഒന്നാമത് പീരിയഡ്സ് സമയത്തിന് അല്ല. അതാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഈ കാര്യം ശ്രദ്ധിച്ചേ പറ്റൂ. കാരണം പീരിയഡ്സ് നോർമൽ ആവണം, അത് അതിൻ്റെതായ കറക്റ്റ് സൈക്കിളിൽ തന്നെ പോണില്ലെങ്കിൽ കൂടുതൽ ടൈം എടുക്കുകയാണെങ്കിലും പ്രശ്നമാണ്, വല്ലാണ്ട് ഷോർട്ട് ഡ്യൂറേഷൻ ആണെങ്കിലും പ്രശ്നമാണ്. കുറെ ഒരു മാസം ഉണ്ടായി പിന്നെ 3-4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തുണ്ടാവുന്നത്. ഇതൊക്കെ താളം തെറ്റിക്കുന്ന കേസാണ്. ഇതേപോലെ മുഖക്കുരു, പ്രത്യേകിച്ച് മുഖക്കുരു എന്ന് പറഞ്ഞാൽ നോർമൽ മുഖക്കുരു അല്ലാതെ തന്നെ പീരിയഡ്സിന്റെ ആ കറക്റ്റ് ആ ടൈമിങ് വരുന്ന സമയത്ത് മുഖക്കുരുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങും.
അപ്പൊ അത് അതിന്റെ ഒരു സിംറ്റം ആണ്. പ്രകാരം തന്നെ ക്ഷീണം തോന്നാ. പിന്നെ പല ലേഡീസില് ടെസ്റ്റോസ്റ്ററോൺ ലെവൽ വളരെ ഹൈ ആയിരിക്കും. അത് നോർമലി നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അറിയാവുന്ന ഒരു വിഷയമാണ്. അതിന്റെ ഒരു സിംറ്റം ആണ് അബ്ഡോമിനൽ അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർ. അപ്പൊ ചെറുതായിട്ട് ഒരു എന്താ വെച്ചാൽ മീശ പോലുള്ള ഇതള് സ്ത്രീകളിൽ കൂടുതൽ കാണാം. അപ്പൊ അങ്ങനെയുള്ള അമിതമായ ഹെയർ ഗ്രോത്തുകൾ നമ്മൾ കാണുമ്പോൾ അവർക്ക് നോർമലി ടെസ്റ്റോസ്റ്ററോൺ ലെവൽ കുറച്ച് ഹൈ ആയിരിക്കണം. അപ്പൊ അതൊക്കെ ഇന്ന സിംറ്റമിന് ഇന്ന വേണമെന്നില്ല, നമുക്കത് നോക്കാം. പിന്നെ സ്കിൻ കളറൈസേഷൻ, മുടി പ്രത്യേകിച്ച് തലമുടി വല്ലാണ്ട് തിന്നാവാ എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് അതിന് ബലമില്ലാതാവാ, വളരെ നൈസായി മാറാന്നുള്ളതാണ്. പിന്നെ ഉറപ്പായിട്ടും മൂഡ് സ്വിങ് എന്ന് പറഞ്ഞാൽ അതിപ്പോ പീരിയഡ്സ് ഉണ്ടാവുന്ന സമയത്ത് മൂഡ് സ്വിങ് കാര്യങ്ങൾ, ഓവറിയൻ സിസ്റ്റ്, പിന്നെ ആസ് യൂഷ്വൽ ചില ലേഡീസിൽ, എല്ലാവരെയും അല്ല, ചിലരിൽ വെയിറ്റ് ഗെയിൻ കൂടുതലുണ്ടാവും. അപ്പൊ പി സി ഒ ഡി ഡ്രിങ്ക് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിലത്തെ ചില മെയിൻ ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ മയോ ഇനോസിറ്റോൾ. അപ്പൊ അത് വളരെ വളരെ നല്ലൊരു ഒരു സപ്ലിമെന്റ് ആണ്. അത് നോർമലി ഫ്രൂട്ട്സ്, ബീൻസ്, വെജിറ്റബിൾസ് അങ്ങനെ അതിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാം. റൈസ് ബ്രാൻ, അരിന്റെ തവിടിനെ ഫെർമെന്റേഷൻ ചെയ്താൽ പോലും ഈ ഒരു ഇത് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ അത് എന്താ വെച്ചാൽ നോർമലി റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ അതപ്രകാരം ഇൻസുലിനെ റെഗുലേറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എന്താ കാര്യം വെച്ചാൽ ഈ വക കേസുകൾ സീരിയസ് ലെവലിലേക്ക് പോകുന്ന സമയത്താണ് ഈ ഷുഗറും കാര്യങ്ങളൊക്കെ ആയി മാറുന്നത്. അപ്പൊ ഇൻസുലിനെ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ അതിനുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അപ്പൊ ഇതാണ് അതിന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പിന്നെ എലാർജിറിൻ, അത് HCl വിത്ത് ഹൈഡ്രോക്ലോറൈഡ് ഈസ് എ സ്റ്റേബിൾ സോൾട്ട്. എന്താ കാര്യം വെച്ചാൽ ഇതൊരു ഡയറ്ററി സപ്ലിമെന്റ് ആണ്. നോർമലി നൈട്രിക് ഓക്സൈഡിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നൈട്രിക് ഓക്സൈഡ് എന്താ വെച്ചാൽ ബ്ലഡ് വെസലുകളെ റിലാക്സ് ചെയ്യാൻ. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ബ്ലഡ് വെസലുകളുടെ കുറെ തടസ്സങ്ങൾ കാരണം കൊണ്ടും നമുക്ക് പല ബുദ്ധിമുട്ടുകളാണ്. പെർട്ടിക്കുലർലി ഒരു യൂട്രസ് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ബ്ലഡ് വെസലിന്റെ കളിയാണ്. കാരണം പീരിയഡ്സ് ഉണ്ടാവാണ്ടിരിക്കുക, അതിന്റെ ബ്ലഡ് ഫ്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ ഹോർമോൺസും ഇതും രണ്ടും കൂടിയിട്ട് വേണം നമുക്ക് ഇതൊക്കെ നോർമലൈസ് ചെയ്യാൻ. അപ്പൊ ഇതാണെങ്കിൽ പോലും നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, പലതരത്തിലുള്ള ഷുഗറുകളൊക്കെ ഫെർമെന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടാവുന്നതാണ്. പിന്നെ കോഎൻസൈം Q10, ഇത് നോർമലി ചില ബാക്ടീരിയൽ ഗ്രോത്ത് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഇതാണ്. കോഎൻസൈം Q10 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കാരണം നമ്മുടെ സെല്ലുകളുടെ എനർജി ലെവലിനെ കൂട്ടുന്നതാണ്. അത്യാവശ്യം ഒരുപാട് എനർജി പ്രൊഡ്യൂസിങ് പ്രൊഡക്റ്റുകൾ ഈ കോഎൻസൈം Q10 യൂസ് ചെയ്യാറുണ്ട്. ഇത് നമ്മുടെ ഓരോ സെല്ലിലെ എനർജീന്റെ ഇതിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു സംഭവം തന്നെയാണ്. അത് കുറയുന്ന സമയത്തും നമുക്ക് ഉണ്ടാവാം. അപ്പൊ അതല്ലാതെ തന്നെ ഇതാണ് ഇപ്പുറത്ത് ഞാൻ ആ ജ്യൂസിന്റെ ഒരു ബോട്ടിൽ ഞാൻ എടുത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ അത് ഒരു ഓറഞ്ചിഷ് ശകലം തിക്കായിട്ടുള്ള ഒരു ലിക്വിഡ് ആണ്. ഇതില് വേറെ എന്തൊക്കെയാണുള്ളത്? ഇതില് ഒരുപാട് നാച്ചുറൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ക്രാൻബെറി ജ്യൂസ് ഉണ്ട്, ഗ്രീൻ ടീ, മുസ്ലി, ഏതാണ് ബ്ലാക്ക് മുസ്ലി, വൈറ്റ് മുസ്ലി, അങ്ങനെയുള്ളതുണ്ട്. ശതാവരി, മാജിക് ഷോ. ശതാവരി എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. ശതാവരി പീരിയഡ്സിന്റെ ഇതിനൊക്കെ അതിന് നമ്മൾ ഈവൻ ആയുർവേദത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ശതാവരി ലേഹ്യം അങ്ങനെയുള്ള പലതൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ ശതാവരിന്റെ എക്സ്ട്രാക്ട് കോൺസെൻട്രേറ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ അതേപ്രകാരം തന്നെ ഫോളിക് ആസിഡ്, നോർമലി വൈറ്റമിൻ B9 എന്നാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക. അപ്പൊ അത് വാട്ടർ സോല്യൂബിൾ ആണ്. എന്താ സംഭവിച്ചാൽ നമ്മുടെ ബോഡിയിലത്തെ DNA അങ്ങനെയുള്ള RNA സിന്തസിസ്, DNA RNA സിന്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിന്റെ ബേസ് തന്നെ അവിടെ നിന്ന് തുടങ്ങുന്നതാണ്. പിന്നെ ഹെൽത്തി റെഡ് ബ്ലഡ് സെൽസ്, എന്താ കാര്യം വെച്ചാൽ വല്ലാണ്ട് നോർമലി ലേഡീസിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബ്ലഡ് സെൽസിന്റെ ഒരു കുറവ് കൂടെയാണ്. അപ്പൊ അതിനെ ഫോം ചെയ്യാൻ പോലും നല്ല ഒരു സഹായമാണ്. അപ്പൊ എന്താ കാര്യം വെച്ചാൽ ഒന്ന് മാത്രം മനസ്സിലാക്കുക, ഇത് ടോട്ടലി നാച്ചുറൽ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറയും ആരും ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ PCOD, PCOS സിംറ്റംസ് അങ്ങനെയുള്ള വ്യക്തികൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അത് മാത്രല്ല, ഇതിന്റെ എങ്ങനെയാണ് കഴിക്കേണ്ടെന്ന കാര്യത്തിലൊക്കെ വരുന്നേക്കാളും മുൻപ്
നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ കൂടെ വരുത്തിയാൽ എനിക്ക് ഒരു നല്ലൊരു സജഷൻ ഉണ്ടാവും. എന്താ കാര്യം വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഇന്നത്തെ പുതിയ തലമുറ എന്താ കൂടുതൽ കഴിക്കുന്ന വെച്ചാൽ ബിസ്ക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ബിസ്ക്കറ്റും കാര്യങ്ങളും എന്താ വെച്ചാൽ അതിലത്തെ പ്രിസർവേറ്റീവ്സ് ആണ്. നമ്മൾ ഒന്നും മാത്രം മനസ്സിലാക്കുക, പ്രിസർവേറ്റീവ്സ് അമിതമായിട്ട് ഉപയോഗിക്കുന്ന ഫുഡ് പ്രൊഡക്ട്സ് നമുക്ക് എപ്പോഴും അപകടമാണ്. അതേപോലെ ഷുഗർ കണ്ടന്റ് കൂടുതലുള്ള ബ്രേക്ക്ഫാസ്റ്റ്, അത് എന്താ പറഞ്ഞ മിഠായികൾ, മറ്റേ സ്വീറ്റ് മാർട്ടിന്നൊക്കെ കിട്ടുന്നത്, ചീസ്, സമോസകൾ, വല്ലാണ്ട് എണ്ണമയമുള്ള സംഭവങ്ങൾ, ന്യൂഡിൽസ്. കാരണം ന്യൂഡിൽസ് ഒക്കെ സിവിയർലി അതിൽ കുറെ പ്രിസർവേറ്റീവും കുറെ അഡിറ്റീവും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പേസ്ട്രീസ്, ആൽക്കഹോൾ, പിന്നെ അതേപോലെ മിൽക്ക് ഒന്ന് അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം അങ്ങനെ ചില വ്യക്തികളുടെ സജഷൻസ് ആണ്. എന്താ കാര്യം വെച്ചാൽ ഇതൊക്കെ ഓയിൽ പ്രൊഡ്യൂസിങ് അങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട്. കൂട്ടല്, കുറയ്ക്കൽ അങ്ങനെയുള്ള, ഞാൻ ഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനെ നേരം കാണുള്ളൂ. ഇപ്പൊ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഇതൊക്കെ സാധിക്കുകയാണെങ്കിൽ നമ്മൾ ഇനി കൂടുതൽ കഴിക്കേണ്ടത് എന്തൊക്കെയാ വെച്ചാൽ ബ്രൗൺ റൈസ്. ഇപ്പൊ ബ്രൗൺ റൈസ്, മട്ടരി ഉണ്ട്, ബൊക്കാളി അരി ഉണ്ട്, അങ്ങനെയുള്ള പല ടൈപ്പ് അരികൾ ഇന്ന് വളരെ കോസ്റ്റ്ലി ആണ്, പക്ഷെ അതൊക്കെ വളരെ നല്ലതാണ് ബോഡിക്ക്. ബീൻസ് ഉണ്ട്, സ്പിനാച്ച് ഉണ്ട്. പിന്നെ സ്പിനാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കിന്റെ ഇല, മുട്ട, അതേപോലെ ചിക്കൻ, പനീർ, മഞ്ഞളിന്റെ ഇത്, മഞ്ഞള് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ മഞ്ഞൾ എക്സ്ട്രാക്ട് ഇതിൽ കൊടുക്കുന്നുണ്ട് കോമ്പിനേഷൻ ആയിട്ട്. ഇഞ്ചി, ഫ്ലാക്സ് സീഡ്, ഇതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം മനസ്സിലാക്കുക, കാപ്പിയും ചായ ഒന്ന് ശകലം അവോയ്ഡ് ചെയ്യുന്നത് നല്ലത്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉന്മേഷം കിട്ടും എന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും കയ്യിൽ പ്രത്യേകിച്ച് ഇല്ല. അപ്പൊ ഇവിടെയാണ് അതിന്റെ കോമ്പിനേഷൻ കാണിച്ചത്. എങ്ങനെയാ വെച്ചാൽ പി സി ഒ ഡി ഡ്രിങ്ക് ഒരു ഭാഗത്തുണ്ട്, കുർക്കുമ എലിക്സോർ വേറൊരു സൈഡിൽ. നോർമലി കുർക്കുമ എലിക്സോർ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇതൊരു ബോഡി ക്ലെൻസിങ് പ്രൊഡക്റ്റ് ആണ്. ബോഡിന്റെ ക്ലെൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കഴിച്ചിരിക്കുന്ന ഫുഡ് പ്രൊഡക്ട്സും അങ്ങനെയുള്ള എന്തെങ്കിലും ടോക്സിൻസും കാര്യങ്ങളൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ കളയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രമാണ്. അല്ലാണ്ട് ഇതൊരു മെഡിക്കേഷൻ അല്ല. നോർമലി ഇത് എല്ലാവർക്കും ഉപയോഗിക്കാം, എല്ലാ ദിവസവും ഉപയോഗിക്കാം, വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുഴപ്പമില്ല. ദയവ് ചെയ്ത് ഇതിന്റെ പേരിൽ തെറ്റിദ്ധാരണ വേണ്ട. ഇതിൽ കുർക്കുമിൻ അല്ല ഉള്ളത്, ഇത് ടെർമറിക്കിന്റെ എക്സ്ട്രാക്ട് ആണ്. കുർക്കുമിൻ ഇതിൽ നിന്ന് കളഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഇതിന്റെ ലിക്വിഡ് വൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മള് ടെർമറിക്കിനെ പിന്നെ മറ്റേ പ്ലസ് ഉള്ള അതിന്റെ മിനറൽസും വൈറ്റമിൻസും മാത്രം എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. പിന്നെ പി സി ഒ ഡി ഡ്രിങ്ക് അതിന്റെ കൂടെ. നോർമലി കുർക്കുമ രാവിലെ തന്നെ 5 മില്ലി വെച്ചിട്ട് നമ്മൾ ഒരു നേരം കഴിക്കുന്നത് നല്ലതാണ്. ഇനി തൈറോയിഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഫ്റ്റർ തൈറോയിഡിന്റെ മെഡിസിൻ കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. കാരണം തൈറോയിഡിന്റെ മെഡിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്, അതൊരു ഹോർമോൺ റീപ്ലേസ്മെന്റ് ആണ്. പിന്നെ ഓവിലക്സ് നമുക്ക് ഉപയോഗിക്കാം ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു വിരോധമൊന്നുമില്ല. കുർക്കുമ കഴിച്ചതിന് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. 10 മില്ലിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, വെറും 10 മില്ലിയാണ് ഉപയോഗിക്കേണ്ടത്. 10 മില്ലി നേരിട്ട് കഴിച്ചാലും കുഴപ്പമില്ല. 10 മില്ലി ഇളം ചൂട് വെള്ളത്തിൽ ഒഴിച്ച് കഴിച്ചാൽ കുറച്ചുകൂടെ നല്ല അഭിപ്രായമാണ്. ഐ ഫീൽ ഇറ്റ് ഇസ് മച്ച് ബെറ്റർ. അപ്പൊ രാവിലെ 10 മില്ലി, വൈകിട്ട് കിടക്കുന്ന സമയത്ത് വല്ലാണ്ട് സീരിയസ് സിറ്റുവേഷൻ ആണെങ്കിൽ വൈകിട്ട് കിടക്കുന്ന സമയത്ത് ഒരു 10 മില്ലി. ഏകദേശം 2-3 മാസം മാത്രം ഇത് യൂസ് ചെയ്താൽ മതി. പിന്നെ ഇങ്ങനത്തെ എപ്പിസോഡ് റിപ്പീറ്റ് ആവണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ സമയത്ത് പല ലേഡീസിൽ കൊടുത്തപ്പോൾ നല്ല റിസൾട്ടുകളാണ് കാണിച്ചത്. 3-4 മാസമായിട്ട് പീരിയഡ്സ് ഉണ്ടാവാത്ത കുട്ടികൾക്കൊക്കെ നല്ല പീരിയഡ്സ് ഉണ്ടായി. അപ്പൊ അത് 100% നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമൊക്കെ പറയണം. ഇനി ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇതിന് വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിക്കുന്ന വ്യക്തികൾക്കുള്ള ഉത്തരങ്ങളാണ്. നോർമലി ഏതൊരു ഫുഡ് സപ്ലിമെന്റ് കഴിച്ചാലും സൈഡ് എഫക്റ്റുകൾ വളരെ റെയർ ആണ്. മാക്സിമം ഉണ്ടാവുക അലർജിയാണ്. അലർജി എന്താണ്? മേല് ചൊറിയ, തടിച്ചു വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അലർജിക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ആ ഫുഡ് സപ്ലിമെന്റ് പറ്റുന്നില്ല, അത്രയ്ക്കുള്ളൂ. ഇത് ഫുഡ് ആയ കാരണം കൊണ്ട് നമ്മൾ അലർജീന്റെ കേസ് മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. കാരണം വേറെ സൈഡ് എഫക്റ്റിന്റെ വിഷയം എപ്പോഴാണ്? മെഡിസിൻ ആണെങ്കിലാണ്. ഇത് മെഡിസിൻ അല്ലേ അല്ല, ഇത് സപ്ലിമെന്റ്, മറ്റേ ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെന്റോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ ഇതുകൊണ്ട് നമുക്ക് വളരെ നല്ല റിസൾട്ടാണ്. അപ്പൊ നന്നായിട്ട് ഇത് യൂസ് ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വളരെ നല്ലൊരു അനുഗ്രഹമായി മാറട്ടെ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് കുട്ടികൾക്ക്
ഈ ഒരു വിഷയമുണ്ട്. അപ്പൊ അത് പ്രകാരം തന്നെ പീരിയഡ്സ് ഉണ്ടാവണ സമയത്ത് യൂട്രസിൽ ഉണ്ടാവണ വേദന ഇതിനൊക്കെ ഇതിന് ആശ്വാസമാണ്. അപ്പൊ കുറച്ച് ഇങ്ങനത്തെ കേസുകൾ കുറച്ച് കൂടുതൽ ഡ്യൂറേഷനിൽ നമ്മൾ ഒരു നേരം മാത്രം യൂസ് ചെയ്താലും മതി. 10 മില്ലി രാവിലെ ഒരു നേരം മാത്രം യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ ടോപ്പിക് നിർത്താണ്. MKR CSM എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഇതിന്റെ ഫുൾ ഫോം മനോജ് കുമാർ രവീന്ദ്രൻ കമ്മ്യൂണിറ്റി സോഷ്യൽ മാർക്കറ്റിംഗ്, അതാണ് ഈ 6 അക്ഷരങ്ങൾ. അപ്പൊ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിന്റെ അടുത്ത് തന്നെ ഇംഗ്ലീഷ് അതേപോലെ ഹിന്ദി വേർഷൻ കൂടെ കിട്ടുന്നതാണ്. എന്താണെങ്കിലും നമ്മുടെ രാജ്യത്തിന് നമുക്ക് ആവശ്യം മരുന്നുകൾ ഇന്ന് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ഇഷ്ടം പോലെ നല്ല നല്ല ആസ്പത്രികൾ കാര്യങ്ങളൊക്കെ നമുക്ക് വന്നു. ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഒക്കെ നമ്മുടെ കേരളത്തിലാണ്, വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പക്ഷേ മെഡിസിൻ അല്ലാതെ നമുക്ക് ഫുഡ് വഴിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൂടെ വരുത്തിയാൽ നമുക്ക് ഒരുപാട് ഡിസീസുകളെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതൊന്ന് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിൽ വെക്കുക. അപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്ക് പോയോണ്ട് ഒരു നല്ലൊരു ആശ്വാസം നമ്മുടെ സ്ത്രീ ജനങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.